Super is 93.5 Red FM, Love on Air. Red FM Red Clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ സമയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഇനി വരുന്നത് അമൂല്യ രാഗങ്ങളാണ്. അജീഷ് എത്തിയിട്ടുണ്ട് മലയാളത്തിലെ മികച്ച കുറച്ച് ഗാനങ്ങളുമായിട്ട്. പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ മറ്റൊരു കോളർ കൂടി ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് എന്താണ് ഈ ഉപദേശത്തെ കുറിച്ച് പറയാനുള്ളത് നോക്കാം. ഹലോ, ഹായ്, ഇതാരാണ്? ആരാണ്? ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട് ശ്രീനാഥ്. എന്തിന്റെ വിശേഷങ്ങൾ? ഓക്കെ, ബസ്സിലാണോ? ബസ്സിൽ തന്നെയാണല്ലേ? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എത്ര പേര് നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ആ, ഓക്കെ. ഓക്കെ, ശ്രീനാഥ്, എങ്ങനെയാണ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടോ? ആ, ഓക്കെ, അതെല്ലാം ഓക്കെ ആണോ? ഓക്കെ. ഓഹോ, അങ്ങനെയാണോ? പറഞ്ഞോളൂ ശ്രീനാഥ്. ആ, ബസ്സിലുണ്ട്. ഞാൻ ശ്രീനാഥിനെ ഞാനിപ്പോ ഉപദേശിക്കണം. മൃണാളിനി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടല്ലോ അല്ലേ? എന്റെ അഭിപ്രായത്തിൽ മൃണാളിനിയെ തന്നെ പ്രണയിക്കാം. മറ്റൊരു കുട്ടീനെ പുറകെ പോകേണ്ട പോലും ആവശ്യമില്ല ശ്രീനാഥ്. ഓക്കെ ശ്രീനാഥ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ വിളിച്ചത് ശ്രീനാഥ് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ട്രിപ്പിലാണ്. വണ്ടിയിൽ നിന്നിട്ടും അദ്ദേഹത്തിന് ചെറുതായിട്ട് ഇങ്ങനെ വായി നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മൃണാളിനി ഉണ്ടല്ലോ അല്ലേ? പക്ഷേ എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾ പ്രണയിക്കുന്നവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവരുടെ വിചാരം ഈ ലോകം തിരിയുന്നത് പോലും അവർക്ക് വേണ്ടിയാണെന്ന്. അതുകൊണ്ട് അവരും അവരുടെ പ്രണയവും മാത്രമുള്ള ലോകത്തിൽ മറ്റൊരാൾക്കോ ഉപദേശത്തിനോ യാതൊരു സ്ഥാനവും കാണില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയാണോ എന്ന് സമ്മതിക്കാൻ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? അങ്ങനെ ഇക്കാര്യവും നിങ്ങളുടെ മനസ്സിൽ നിന്നും വൈശാഖ് കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് ചിന്തിക്കാണത്. എനിക്കിന്ന് ലവോണയിലൂടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ലോകത്തിൽ ആരും തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ മറ്റൊരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാകാൻ കഴിയുക. സോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സോ കസിൻസോ റിലേറ്റീവ്സോ പേരൻസോ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശങ്ങൾ സ്വീകരിക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നല്ല ഉപദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഈ നല്ലതിനെ എങ്ങനെ തിരിച്ചറിയും എന്നൊരു ചോദ്യവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അതിനും വൈശാഖിന് ഒരു മറുപടി ഉണ്ട്. നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ, സത്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരിക്കും. സോ പ്രണയിക്കുക ആത്മാർത്ഥമായിട്ട്. കാരണം പ്രണയത്തിന് തുല്യം പ്രണയം മാത്രം. ഇത് ഞാനൊരു SMS ചോദ്യം ചോദിച്ചിരുന്നു. എൻ്റെ ചോദ്യം ഇതായിരുന്നു: ജാക്ക് ആൻഡ് റോസ് ലോക സിനിമ കണ്ട മികച്ച 2 പ്രണയ ജോഡികൾ. ഏത് സിനിമയിലായിരുന്നു ഈ പ്രണയ കഥാപാത്രങ്ങൾ വന്നതെന്നായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ തന്ന ഓപ്ഷൻസ് ഇതായിരുന്നു: ഓപ്ഷൻ A ടൈറ്റാനിക്, ഓപ്ഷൻ B റീഡർ. ഇതിന്റെ ശരി ഉത്തരമായ ഓപ്ഷൻ A ടൈറ്റാനിക് എന്ന ആഴ്ചയിൽ നിന്നും സെലക്ട് ചെയ്ത റെഡ് എഫിന്റെ എക്സ്ക്ലൂസീവ് ഗുഡി ബാഗ് ഞാൻ സമ്മാനമായിട്ട് നൽകുന്ന ജിത്തുവിനാണ്. കൺഗ്രാജുലേഷൻസ് ജിത്തു. നാളെ രാത്രി 9 മണിക്ക് മറ്റു ചില പ്രണയ വിശേഷങ്ങളുമായിട്ട് വൈശാഖ് വീണ്ടും എത്തുന്നതായിരിക്കും ലവ് ഓൺ എയറുമായിട്ട്. അതുവരെയും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. ഇമെയിൽ ഐ ഡി ഇതാണ് loveredfm@gmail.com. മനസ്സിൽ പ്രണയശലഭങ്ങൾ പാറിപ്പറക്കുന്ന ഈ പ്രണയരാവിൽ പ്രണയത്തിന് കാറ്റായി ഞാൻ വൈശാഖ്.